15 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴാ ഫുഡ് കഴിക്കുക, എങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറെ ചോദിക്കാറുണ്ട്. സമയം ഇപ്പോൾ ഒരു 3 മണിയായി, നമ്മുടെ ലഞ്ച് ബ്രേക്ക് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഫുഡ് കഴിക്കുന്ന എപ്പോഴും പാലാരട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ ഒരു വയസ്സായ ഉമ്മ എപ്പോഴും നെയ്ച്ചോറും ചിക്കൻ കറി ആൻഡ് ചോറും ചിക്കൻ കറിയും കിട്ടും. 50 രൂപയുള്ളൂ. ഞാൻ ഡെയിലി അവിടെ നിന്ന് ഓരോ പാക്കറ്റ് മേടിക്കും. എന്നിട്ട് എവിടെ വെച്ചാൽ ഫ്രീ ആകുമ്പോൾ അവിടെ വെച്ച് കഴിക്കലാണ് പതിവ്. ഇന്നിപ്പോൾ ക്യൂങ്സേൻ്റെ അവിടെയാണ്. അവസാനം വടതല വന്നു, നേരെ ക്യൂങ്സേക്ക് വന്നു. ഇവിടെ ഇന്ന് സമാധാനത്തിൽ കഴിക്കാൻ വിചാരിച്ചു. ഡ്യൂട്ടി ഓഫാക്കിയിട്ട് എപ്പോഴും ഡ്യൂട്ടി സ്റ്റിൽ ഓൺലൈൻ തന്നെയാണ്. കറൻലി 1295 19 ഓർഡറല്ലേ? യെസ്, 19 ഓർഡർ തന്നെയാണ്. ഇന്ന് റിട്ടേൺ ഒന്നുമില്ല. 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7.25 മണിക്കൂറായി. 2:56 ആയിട്ടുള്ളൂ. നമുക്ക് 1295 കിട്ടിയിട്ടുണ്ട്. രാവിലെ ഇന്ന് കുറച്ച് നേരം ഓഫ് ചെയ്തു, കാരണം ഇന്ന് വണ്ടിയുടെ ഓയിൽ ചേഞ്ചിന്റെ ദിവസമായിരുന്നു. സോ ജസ്റ്റ് ഒരു 10:50 to 11 മണി വരെ പീക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കറക്റ്റായിട്ട് നമ്മൾ ഓൺ ചെയ്തു. ഓയിൽ മാറ്റാൻ ഞാൻ കയറിയപ്പോൾ ഇനി എങ്ങനെ ഓയിൽ അയച്ചിട്ട സമയത്ത് എങ്ങനെ ഓർഡർ അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഓഫ് ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് തുടങ്ങി. ഇനി ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാം. നേരെ MG റോഡ് ഭാഗത്ത് പോയിട്ട് അങ്ങനെ ഓർഡർ എടുത്ത് അങ്ങനെ കണ്ടിന്യൂ. ഓക്കെ, ഉച്ചയ്ക്ക് ഒരു 3 മണി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറക്കം തൂങ്ങിയ വണ്ടി ഓടിക്കും. സത്യം പറഞ്ഞാൽ കണ്ണെല്ലാം ഇങ്ങനെ അടഞ്ഞു പോണ്. ഭയങ്കര ഉറക്കം വരാ, എന്താണെന്നറിയില്ല. കുറേ പേര് ചോദിക്കാറുണ്ട് ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എൻ്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് ഇപ്പോൾ ലിമിറ്റിനടുത്തു. അത് കണ്ടോ, യു മേ നോട്ട് ഗെറ്റ് ന്യൂ ഓർഡേഴ്സ്, ക്യാഷ് കളക്ട് ഈസ് ഹൈ ഉണ്ട്. അതായത് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ക്യാഷ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1910 രൂപ മാത്രം ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. 1912 ലിമിറ്റ്. 1910 വരെ മേടിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ ഹോമിൽ നോക്കുകയാണെങ്കിൽ യു മേ നോട്ട് ഗെറ്റ് ന്യൂ ഓർഡേഴ്സ് എന്നൊക്കെ കാണിക്കും. ബട്ട് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഓർഡർ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ 1912 രൂപ ആണ് ലിമിറ്റ്. 10 വരെ മേടിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം എത്രയാണോ ലിമിറ്റ് അതേ എമൗണ്ട് മേടിച്ചാലും നമ്മുടെ അക്കൗണ്ട് എന്താ പറയുക ഓഫ്ലൈൻ ആയിരിക്കും. പിന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്താലേ ഓൺലൈൻ നിൽക്കാൻ പറ്റുള്ളൂ. സോ ലിമിറ്റിനേക്കാളും 1 രൂപ കുറവിൽ ഒരു രൂപ കുറവിലാണ് നിൽക്കണമെങ്കിൽ നോ പ്രോബ്ലം. ഈ എമൗണ്ട് നാളെ നമുക്ക്, അതായത് ഇന്ന് കൊടുത്ത ക്യാഷ് നാളെ കയറുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ എമൗണ്ട് എത്രയാണോ അത് മൈനസ് ആയിട്ട് ബാലൻസ് എമൗണ്ട് കയറും. ഓക്കെ, ഇപ്പോൾ 3000 ആണെങ്കിൽ ഇപ്പോൾ 1900 മൈനസ് ആയിട്ട് ബാലൻസ് ഉള്ള 1200 രൂപ കയറും. അങ്ങനെ. ഓക്കെ.